അതില് ജലദോഷം കണ്ടില്ല അവിടെ ചെല്ലാൻ അപ്പം ഇതാ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കണില്ല. കാരണം ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഏകദേശം 1 മില്യൺ പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല ഹനാൻ ഷായുടെ സോങ്സ് ഒക്കെ ഭയങ്കര ഹിറ്റാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് ഹനാൻ ഷായെ നല്ല രീതിയിൽ അറിയായിരിക്കും. കാര്യം അത്ര കിടിലമാണ് പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ. എന്തായാലും കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ്റെ ഒരു വ്ളോഗിനകത്ത് കുറച്ച് സീൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. ഞാൻ എന്താണ് സംഭവം എന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഹനാൻ ഷാ ബ്ലഡ് ഡൊണേഷന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഹനാൻ ഷായുടെ അനിയൻ തന്നെ പഠിക്കുന്ന സ്കൂളിലാണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പുള്ളിക്കാരന് ജലദോഷം ഉണ്ടായതിന്റെ പേരിൽ അൺഫിറ്റ് ആണ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത്, അതായത് വോളണ്ടിയേഴ്സ് ആയിട്ടിരിക്കുന്ന കുറച്ച് പയ്യന്മാരും പിന്നെ ആ സ്കൂളിലുള്ള കുറച്ച് പിള്ളേരും ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ അൺഫിറ്റ് ആണ്, എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് പനി ഉണ്ടായതിന്റെ പേരിൽ അവർ കൊടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു, ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന്. അതായത് അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അവൻ എന്തോ ഒന്ന് ഷോ കാണിക്കാനായിട്ട് നോക്കിയതാ. കാര്യം ഈ ചെറിയ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇമ്മാറൊക്കെ വായിന്ന് വരുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല, അത് വലിയ കാര്യങ്ങളാണ് അമ്മാറ വായിന്ന് വരുന്നത്. അടി കൊടുക്കേണ്ട സംഭവങ്ങളാണ് വരുന്നത്, അത് വേറൊരു സത്യം. പക്ഷെ അനാൻഷയ്ക്ക് ആ ഒരു മര്യാദ ഉണ്ടായതിന്റെ പേരിൽ പുള്ളിക്കാരൻ അവിടെ വെച്ചിട്ട് ഒരു സീൻ ക്രിയേറ്റ് ആയില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, പലപ്പോഴും പ്രത്യേകിച്ച് പിള്ളേർ ആലോചിക്കുക, നിങ്ങൾ പലപ്പോഴും മേ ബി തമാശ അല്ലെങ്കിൽ 10 പേരുടെ മുന്നിൽ വെച്ച് നാളാവാനൊക്കെ പറയുന്ന സാധനമായിരിക്കും. പക്ഷെ അത് ഒരു കാരണവശാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് കഴിവതും ഈ പിള്ളേരുടെ പേരൻസും മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കുറെ ആൾക്കാർ ഈ ഒരു പയ്യനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്, അവൻ പയ്യനല്ലേ, അവൻ ചിലപ്പോൾ അറിവില്ലാതെ പറഞ്ഞതായിരിക്കും, അവൻ കൊച്ചു കുട്ടിയല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അടി കൊടുക്കേണ്ട വർത്തമാനമാണ് ചെറുക്കൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഹനാൻഷയുടെ ആ ഒരു വ്ളോഗ് ഒന്ന് കണ്ടു നോക്കാം. പുറത്തായോ അപ്പൊ തന്നെ? താങ്ക് യു. ഔട്ടായി. ജലദോഷം പോവാൻ പറഞ്ഞു. അൽഹംദുലില്ലാ. വെള്ളം കുടിച്ചിട്ടാ, ഫ്രൂട്ട് എടുക്കണ്ടേ? സൗദേ, ഞാൻ ഐഡിയ ശാസ്ത്രങ്ങൾ പുറത്തായടാ. വാ സൗദേ, ഞങ്ങൾ ഔട്ടായി. അവർ ചോദിക്കുന്നുണ്ട് ജലദോഷം ഉണ്ടോ എന്ന്. അപ്പോൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പം പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അൺഫിറ്റ് ആയതിന്റെ പേരിൽ അവിടെ നിന്ന് പോകുന്നു. ഇതാണ് ആ ഒരു സംഭവം. ഇനി ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ ഇപ്പം നിലവിൽ ട്രിം ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കാര്യം ഇവരുടെ ഇഷ്യൂസ് എല്ലാം സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ആ പയ്യൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവനെ സമാധാനമായിട്ടാണ് പറഞ്ഞു വിട്ടേന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഇനി അതിനകത്ത് ഈ ഒരു സാധനം പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, അതായത് വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റൂ. പക്ഷെ അവിടെ വെച്ചിട്ട് ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് പുള്ളി കട്ട് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് അത് ബാക്കി കേൾക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ജലദോഷം ഉണ്ട്, പറയണ്ട. ജലദോഷം സീൻ അതില് ജലദോഷം കണ്ടില്ല അവിടെ ചെല്ലാൻ കണ്ടോ? ആ പയ്യൻ അവിടെ നിന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇയർഫോൺസ് വെച്ച് നിങ്ങളത് കേട്ട് നോക്കിയാൽ മതി. അതിനകത്ത് പുള്ളി സംസാരിക്കുന്ന ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ ആ ഒരു പോർഷൻ വെച്ചിട്ട് അവരത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നാണ് ഈ ചെറുക്കൻ അത് മനസ്സിലായത്. ഇവർ പുറത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്താണ് മനസ്സിലായത് ഇത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് പ്രശ്നമാവുമെന്ന് വെച്ചുകൊണ്ട് ഇവൻ എന്ത് ചെയ്ത് വന്ന് കോംപ്രമൈസ് അടിച്ച് പോയി. പക്ഷെ ഇവിടെ ഹനാൻ ഷാ ഈ ഒരു സാധനം പറഞ്ഞപ്പം തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്തിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഈ ചെറുക്കൻ വീണ്ടും തർക്കിച്ച് പറയുന്നുണ്ട്, ഞാൻ സത്യമല്ലേ പറഞ്ഞെന്നൊക്കെയുള്ള രീതിയിൽ. ഇനി ഈ ഒരു പയ്യൻ എന്താണ് പറഞ്ഞതെന്ന് പുള്ളിക്കാരൻ്റെ ആ ഒരു കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചു തരാം. പയ്യൻ പബ്ലിക്കായി പറഞ്ഞത്, വ്യത്യസ്ത സ്ത്രീകളുമായി ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ടാവും ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തത് അല്ലേ? അതൊരിക്കലും ഒരു ചെറിയ തെറ്റോ ഒരു +2കാരൻ യാതൊരു കാര്യവുമില്ലാതെ ചെയ്യേണ്ട കാര്യമായി ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ പേരൻസിനോട് വീട്ടുകാരോടോ ആണ് ഇങ്ങനെ സംസാരിച്ചത് എങ്കിൽ നിങ്ങൾ ആ നേരത്ത് മാനസികാവസ്ഥയും എന്തുവാകുമെന്ന് സ്വയം മനസ്സിലാക്കുക. എല്ലാവർക്കും ബൗണ്ടറീസ് ഉണ്ട്. ഇനി നിങ്ങളുടെ വീട്ടുകാരോട് നാളെ ഈ ചോദ്യം ആരെങ്കിലും പബ്ലിക്കായിട്ട് ചോദിച്ചാൽ കുഴപ്പമില്ലാത്തവർക്ക് ആരുടെയും സൈഡും നിൽക്കാം, നോ പ്രോബ്ലം. ശരിയാണ്, നമ്മുടെ വീട്ടുകാരോടൊക്കെ ആരെങ്കിലും ഇങ്ങനെയുള്ളൊരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം അവനെ എങ്ങനെയെങ്കിലും അടിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇവിടെ ആ ഒരു പയ്യനായതിൻ്റെ പേരിൽ ഈ ഒരു വിഷയം കോംപ്രമൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ശരിക്കും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾ ആലോചിക്കുക. കാര്യം നിങ്ങളുടെ പ്രായത്തിൻ്റെ ആ ഒരു ഇതായിട്ട് നിങ്ങൾ വലിയൊരു ഷോ കാണിക്കാൻ വേണ്ടി പറയുമായിരിക്കും. പക്ഷെ പിന്നെ നിങ്ങൾക്ക് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പല പ്രായത്തിലുള്ള പിള്ളേർക്കും പറ്റുന്ന ഒരു അബദ്ധമാണത്. ഹനാൻ ഷാ ഇതിന് ശേഷം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം.
അപ്പം ഇതാ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കണില്ല, കാരണം പിന്നെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ അഫിക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്കൂളിൽ ബ്ലഡ് കൊടുക്കാൻ നമ്മൾ പോണത്. കാരണം നമുക്ക് ഇന്നത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്കിന്ന് രാത്രി ഫ്ലൈറ്റ് ഉള്ളതാണ്. എൻ്റെ കൂടെ 4 ആളുണ്ട്. നമ്മളെ ബാഗ് ഇപ്പോഴും പാക്ക് ആയിട്ടില്ല. പക്ഷേ അഫിക്ക് സ്റ്റിൽ അവൻ്റെ സ്കൂൾക്ക് 4 ആളെ തേക്കാൻ ആളോണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പോയത്. അപ്പോൾ എനിക്ക് ഈച്ചുവിനൊക്കെ ജലദോഷമുണ്ട്. കാരണം പരിപാടിയും യാത്രയൊക്കെ ആയിട്ട് കുറച്ചായിട്ട് ഹെൽത്ത് ഫുള്ള് പോയി കിടക്കുകയാണ്. ആ അവസ്ഥയിലും നമ്മൾ രാവിലെ എണീറ്റ് ഉറക്കം ഒഴിവാക്കി അവിടെ ചെന്ന് ഇങ്ങനെ ഞാൻ എല്ലാ കുട്ടികളോടും പറയാം, ഞാൻ വളരെ നല്ല രീതിയിലാണ് കുട്ടികളെയും കൂട്ടക്കാരെയും സ്കൂളുകാരെയും എല്ലാവരും, ഒരു മനുഷ്യനാണെങ്കിലും ഒരു ജീവിയാണെങ്കിലും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് വേറെ തന്നെ. അത് ഇന്നെ നേരിട്ട് അറിയണവർക്ക് ഇന്നെ നേരിട്ട് കണ്ടവൾക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം അതിന്ന് വേർതിരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ചെക്കനും അവൻ്റെ സ്കൂളത്തെ അഫിൻ്റെ സ്കൂളത്തെ ഏതോ ഒരു ചെക്കനും 4 ആൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തോന്നും. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് പാവായി നിൽക്കണോ, അതായത് എനിക്കൊരു ലൈഫ് ലെസൺ പറഞ്ഞിട്ട് എല്ലാവരും, നിങ്ങൾ എത്ര കണ്ട് നിങ്ങളെല്ലാവരും പാവായി നിൽക്കണോ അത്രയും കണ്ട ആൾക്കാർ നിങ്ങളെ മേത്ത് കയറുള്ളൂ. അതൊരു ഉദാഹരണമാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിരിച്ച് പിന്മാറലാണ് എല്ലാത്തൊന്നും ചെയ്യൽ. പക്ഷേങ്കിൽ ഒറ്റക്കിട്ട് പറയണ പോലല്ല, 4 ആളുടെ ഇടയിൽ ഒരു ആവശ്യമില്ലാത്ത വേർഡ് യൂസ് ചെയ്ത് ആ നേരത്ത് ഒരു ബഹുമാനോ റെസ്പെക്റ്റോ ഒന്നുമില്ലാത്ത ഒരു ആക്ട് ഒരാൾ പുറത്തുണ്ടാക്കുമ്പോൾ, അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ അവനോട് പറഞ്ഞു, സമൂഹത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. കാരണം അത് തൊള്ളയെ തോന്നിയ വിളിച്ച് പറയലാവല്, അതിനല്ല സ്കൂളിൽ പോണത്. ആരും തൊള്ളയെ തോന്നിയ വിളിച്ച് പറയാൻ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ താഴും തോറും നമ്മുടെ തലയിലോട്ട് കയറാനാണ് മാക്സിമം ആൾക്കാർ ശ്രമിക്കുന്നത്. ശരിക്കും ഈ പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം മാനസികമായിട്ട് നല്ല രീതിയിൽ അത് വിഷമം തട്ടിയിട്ടുണ്ട്. കാര്യം ഒന്നാമതൊരു കാര്യം എന്താണെന്ന് അറിയോ, കാര്യം ഇത്രയും ആൾക്കാരുടെയൊക്കെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് കാര്യം അത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കത് കുറച്ചുകൂടെ നാൾ കഴിയുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ നാണം കിടുന്നതിന് തുല്യമാണ്. ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവിടെ പെൺകുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭയങ്കര മോശമാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഴിവത് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ നോക്കുക. ഈ പയ്യൻ വന്നിരുന്ന് ഇപ്പോൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം വീഡിയോ എന്തായാലും ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു സീൻ വെറുതെ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തായാലും ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് പുള്ളിക്കാരൻ്റെ ലേറ്റസ്റ്റ് വ്ളോഗിനകത്ത് ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. ഈ പയ്യൻ വീട്ടിൽ വന്നതായിട്ടും പിന്നെ വീട്ടിൽ വന്ന് സംസാരിച്ചെല്ലാം കോംപ്രമൈസ് ആയതിനെ പറ്റിയിട്ടൊക്കെ പിന്നെ ഈ വീഡിയോ ട്രിം ചെയ്തതിൻ്റെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതുകൂടെ കേൾക്കാം. അതായത് പറഞ്ഞ വ്യക്തിനോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫേസും കാര്യങ്ങളും ഞാനന്ന് റിമൂവ് ചെയ്യുന്നുള്ള വാക്ക് ഞാൻ കൊടുത്തിരുന്നു. ആസ് പ്രോമിസ്ഡ് ഞാനത് ചെയ്തു. കാരണം എനിക്കറിയാം ആഫ്റ്റർ ഓൾ അതൊരു കുട്ടിയാണ്, ലൈക്ക് ഒരു ചെറിയ പയ്യനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. എന്തായാലും ഫ്യൂച്ചറുള്ള ആൾക്കാരാണ്, ഫ്യൂച്ചറുള്ള ചെക്കന്മാരാണ്. ഒരു നേരത്തെ മണ്ടത്തരത്തിൻ്റെ പുറത്ത് ചെയ്തു പോണ കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ വലിയ മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിന് വലിയ വിലകൾ കൊടുക്കേണ്ടി വരും. ഇപ്പം നിങ്ങളിങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ നടന്നു പോവാണ്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ 2 സൈഡിൽ നിന്ന് സംസാരിച്ചോളുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഉപ്പ ഒരു രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയി. നിങ്ങൾ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ രക്തം കൊടുക്കാൻ വരെ ഒരു ഏരിയ വരെ പോയി. അപ്പോൾ നിങ്ങൾ ഉപ്പ അസുഖങ്ങളുള്ളത് കൊണ്ട്, അതായത് ജലദോഷം, സിട്രസിന് തലേ ദിവസം മരുന്നെടുത്ത കാരണത്തിനാൽ രക്തം കൊടുക്കാൻ പറ്റൂല, വേറൊരു സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ മടക്കി വിടുന്നു. നിങ്ങൾ ഉപ്പ ഇങ്ങനെ തിരിച്ച് പോവാം. അപ്പോൾ നമ്മൾ ഒരാൾ നമ്മൾ മൈൻഡാക്കാണ്ട് നടന്ന് പോകുമ്പോൾ അത് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് നമ്മളെ പാട്ടിന് പോകുമ്പോൾ ഒരാളുടെ ഒരു വാക്ക് പോലും സംസാരിക്കുന്ന കുത്തുവാക്കുകളും പറയാതെ ഒരു പാട്ടിന് പോകുമ്പോൾ ഒരാൾ നമ്മളോട് സൈഡിൽ നിന്ന് പറയാണ് 2-3 പെണ്ണുങ്ങളെ കൂടെ കടന്നുകൊണ്ടാവൂലേ രക്തം കൊടുക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ എപ്പമാർക്ക് വേദനിക്കുമെന്ന് അറിയില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തായാലും വേദനിക്കും. ഒന്നുമില്ലെങ്കിൽ മറ്റേ നീംബോളിൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ മൂക്കിന് താഴെ മീശുള്ള ഒരാൾക്ക് വേദനിക്കും. അപ്പോൾ അതില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓക്കെ, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ അത് നിങ്ങൾ ഉമ്മയാണ് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ആണുങ്ങളൊപ്പം കടന്നുകൊണ്ടാവൂലേ രക്തം കൊടുക്കാൻ പറ്റാത്തെന്നുള്ളൊരു സംസാരം വരുമ്പോൾ എന്തായാലും ഒരു സ്കൂൾ വിദ്യാർത്ഥിൻ്റെ അടുത്ത് നിന്ന് ഒരു അറിയാത്ത ഒരാളോട് സംസാരിക്കേണ്ട സംസാരമല്ല സംസാരിച്ചത്. ഇപ്പോൾ എന്നോട് ഇപ്പോൾ പറയാം, നേരിട്ട് വന്നിട്ട് പറയാം, ബ്രോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ലേ, ബ്രോ കഞ്ചാവ് അടിച്ചില്ല, അതുകൊണ്ടല്ലേ പറ്റാത്ത. അപ്പം എനിക്കത്ര വേദനിക്കില്ല. പക്ഷേ ഈ സബ്ജക്റ്റ് ഇങ്ങനെ ചിന്തിച്ചവർക്ക് മനസ്സിലാക്കാം. അതായത് 2-3 ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായും എയ്ഡ്സ് സംഭവം കാര്യങ്ങൾ അങ്ങനത്തെ അല്ലെങ്കിൽ HIV എന്തെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യന് അതുകൊണ്ടാവും ബ്ലഡ് കൊടുക്കാത്തതിലെന്ന് തമാശ രൂപേണ പോലും ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ഞാൻ ചെക്കനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോറ് തിന്നവർക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ മുഖം ഒഴിവാക്കി തരും, വേറെ ഒന്നും എനിക്ക് ചെയ്യാല്ല, എനിക്ക് എന്നോട് പേഴ്സണലി ദേഷ്യമില്ല. അങ്ങനെ
ഞാൻ നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് വീട്ടിലേക്ക് അവരെ ക്ഷണിച്ച് ഭക്ഷണം അടക്കം കൊടുത്തിട്ടാണ് ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ സംഭവം ഇത്രയേ ഉള്ളൂ. ആ പയ്യന്റെ ഭാഗത്ത് നിന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇനി ഇങ്ങനൊരു സംഭവം റിപ്പീറ്റ് ചെയ്യത്തില്ല എന്നും കൂടി പറഞ്ഞു കാണുമായിരിക്കും. അതായിരിക്കും സംഭവം പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. എനിവേ ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ കാണിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാര്യം നിങ്ങളുടെയൊക്കെ വീട്ടുകാരും കൂടെ ഇത് കാണുന്നതാണ്. അപ്പോൾ അവരെയും കൂടെ കഴിവതും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് നോക്കുക. കാര്യം ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് വലിയ ആൾ കളിക്കാൻ വേണ്ടി പറയുന്ന പലപ്പോഴും പല കാര്യങ്ങളും ഉണ്ടല്ലോ, എപ്പോഴും ആൾക്കാർ ഒരേപോലെ ഇരിക്കത്തില്ല. തിരിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പഠിക്കത്തുള്ളൂ. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.